ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം. തേങ്ങ ഇട്ടിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ചീനിച്ചട്ടി അടുപ്പി വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 2 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, തക്കാളി, ഒരു തക്കാളിനെ എടുത്തിട്ടുള്ളൂ. തക്കാളി ചെറിയ കഷ്ണങ്ങളെ കട്ട് ചെയ്തതാണ്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇച്ചിരി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. വളരെ സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഒരു കറിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, ചോറിനോട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ അതിനുശേഷം നമുക്ക് അരപ്പുണ്ടാക്കാം. അതിന് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിയുള്ള പച്ചമുളകാണ്. പിന്നെ 3 ചെറിയ ഉള്ളി. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക. ഓക്കെ, നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറവാണ്. അപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കൂട്ടിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അരപ്പ് പിരിഞ്ഞു പോവും. അപ്പം വെള്ളം വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് നമുക്ക് എടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റാണ്. ചോറിനോടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക. താങ്ക് യു.